കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ തെരഞ്ഞെടുപ്പിനായുള്ള സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക രൂപപ്പെടുത്തുന്നത് നീതിയുക്തമല്ലെന്നാണ് കോടതിയുടെ വിമർശനം. 120 സ്ഥാനാർത്ഥികളിൽ നിന്നാണ് 20 പേരുടെ അന്തിമ പട്ടിക തയ്യാറാക്കിയത്. 20 പേരിൽ നിന്ന് 5 പേരെ മന്ത്രാലയം തെരഞ്ഞെടുത്തിരുന്നു. പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്നിവരടങ്ങുന്ന സമിതിയാണ് വിജിലൻസ് കമ്മീഷണർ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലുള്ളത്. ഈ സമിതിക്ക് 5 പേരുടെ പട്ടിക സമർപ്പിച്ചിട്ടുണ്ടെന്നും അറ്റോർണി ജനറൽ മുകുൾ റോഹിത് കോടതിയെ അറിയിച്ചു. കാര്യക്ഷമതയും ധാർമ്മികതയുമാണ് തെരഞ്ഞെടുപ്പ് മാനദണ്ഡമെന്നും AG വ്യക്തമാക്കി. എന്നാൽ CVC നിയമനം സംബന്ധിച്ചുള്ള കോടതിയിലുള്ള പരാതികൾ പരിഹരിക്കാതെ തെരഞ്ഞെടുപ്പ് നടത്തില്ലെന്നും AG അറിയിച്ചു. നിലവിലെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ തുടരാനുള്ള അനുമതിയും AG കോടതിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ പട്ടിക തയ്യാറാക്കൽ നടപടി കമ്മിറ്റി വികലമാക്കിയെന്നായിരുന്നു കോടതിയുടെ വിമർശനം. അതിനാൽ ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പ്രാധാന്യമർഹിക്കുന്നില്ലെന്നും കോടതി പറഞ്ഞു. ഇതിനു മുൻപും NDA സർക്കാർ ഉണ്ടാക്കിയ പട്ടിക സുതാര്യമല്ലാത്തതും പരിമിതവുമായ രീതിയിലായിരുന്നുവെന്ന് ചീഫ് ജസ്റ്റിസ് RM ലോധ, ജസ്റ്റിസുമാരായ കുര്യൻ ജോസഫ്, RF നരിമാൻ എന്നിവരടങ്ങിയ ബെഞ്ച് വിധിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.